Hello guys, welcome back to yet another episode of Floaty. It's me, Agila. ഇതൊരു അടിപൊളി ഡേ ആണ് ബിക്കോസ് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ വോയിസ് ക്ലിയർ ഇല്ലെങ്കിൽ ക്ഷമിക്കാം, മൈക്ക് അടിച്ചു പോയി ഗൈസ്. അത് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ രാവിലെ ഇങ്ങനെ ഇട്ടിട്ട് ബ്ലൗസിൽ ഹുക്ക് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബർത്ത്ഡേ ആണ്, അമ്പലത്തിൽ പോകാനൊരു പ്ലാനുണ്ട്. ഓൾസോ ഇന്നലെ നൈറ്റ് നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടി ബ്ലൗസ് അടിച്ചായിരുന്നു. മൂക്കുത്തിരി രസമുണ്ട്. ഇതാണ് ബ്ലൗസ് കാണിച്ചു കൊടുക്കാം. ഈ ഫോക്കസ് ആണ് മതി. മൂക്കുത്തിരി രസമുണ്ട്. അപ്പം നമ്മൾ റെഡിയായിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതെവിടെ പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ എനിക്ക് സ്കേർട്ട് ഇടാൻ പറ്റില്ല. സോ ചേഞ്ച്ഡ്, നമ്മൾ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്തു. ചുരിദാർ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ്. ആളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ക്യാപ്ചർ ചെയ്യുന്ന എൻ്റെ വീഡിയോസ് ആയതുകൊണ്ട് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ആളെനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് ഫ്ലവർ തന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുക്കുന്നത്. ആൻഡ് ഞാനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്പലത്തിൽ പോകുന്ന പ്ലാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയൊന്നും ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ വിഷസ് ഒന്നും എനിക്കങ്ങനെ വന്നിട്ടുണ്ടായില്ല. പിന്നെ വന്നായിരുന്നു ആരൊക്കെ ഇട്ടിട്ട് ഷെയറായി. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞു കുട്ടീനെ കണ്ടിട്ടുണ്ടാവും. ആളെ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. തെന്നിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടാളും വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ കുട്ടി. അങ്ങനെ ഞങ്ങൾ 4 പേരായിരുന്നു അമ്പലത്തിൽ പോയത്. ദെൻ നമ്മൾ പോയിട്ടുള്ളത് ലോകനാർ കാവ് ടെമ്പിളാണ്. ഭയങ്കര ഫേസ്ഫുള്ളാണ്. പിന്നെ അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഒടുക്കത്തെ മഴ ഉണ്ടായിരുന്നു. ഒടുക്കത്തെ മഴ ഞാൻ ഉദ്ദേശിച്ചത് നിർത്താതെ മഴ ഉണ്ടായിരുന്നു. സോ ആ ഒരു പ്രശ്നം ഒഴികെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിന്റെ മനസ്സ് പാവോ. എന്താ 2 വാക്ക് പറയോ? ഓക്കെ ബൈ. ഓള് നോക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടാ, കാണുന്നുണ്ടാ? ഇല്ല. അമ്മാതിരി മഴ. അയ്യോ അയ്യോ. എന്താ പറയാനുള്ള? എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. ഇവളെന്നോട് ഫ്ലവർ ദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടിതാ. ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട്, പക്ഷേ ഇന്ന് ഇവിടെ ഈ സാധനങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാ? അഖില ഈസ് ഹിയർ. ഇവളെന്നെ പറഞ്ഞു മോഹിപ്പിച്ച് കൊണ്ടോന്ന് കഴിഞ്ഞു. ഇവിടെ സാധനമില്ല. ഇനി രസമുണ്ട്. ഇവളെന്നെ പറ്റിച്ചു. അതുകൊണ്ട് നമ്മൾ വേറൊന്നും കഴിക്കുന്നില്ല, ഇത് കഴിക്കാം. സങ്കടം തീർക്കും. ഇനി എങ്ങോട്ട് പോകും? എന്തൊരു കരിമീനാണോ?
ഇത് ഞാനിത് നിലത്തിടും നല്ലത് വീട് എടുക്കണം ഇത് തിന്നോണ്ട് പോവാ പക്ഷെ ഇവള് തിന്നൂലാ അതുകൊണ്ട് എനിക്ക് ഒറ്റക്ക് തിന്നാം നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം അയ്യോ എനിക്ക് ടെൻഷൻ കേറി ചോദിച്ചോക്കാം നമുക്ക് റേറ്റ് നോക്കാം. ഈ ഒരു മൂക്കുത്തി ഇങ്ങനെ വെച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ മൂക്കുത്തിയാലോ എന്ന് എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കണം. ആൾ ഒറ്റ മൈൻഡ് വാ പോവാം എന്ന് പറഞ്ഞ് ഷോപ്പിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓക്കെ അല്ലേ ഇതല്ലേ വരിണ്ടോ ഉണ്ടോ ചെറുപ്പത്തിൽ കുത്തിയതാ അതെല്ലാം കിട്ടിയതാ എനിക്ക് വേള ഒരു പ്രശ്നമില്ല കേട്ടോ ചെറിയൊരു ഒരു എറുമ്പ് അടിക്കുന്നത് പോയിട്ടുണ്ടാവില്ല ചോദിച്ചിട്ടില്ല കൂടുതൽ പറയണ്ടേ പോയിട്ട് കേട്ടോ ഈ ചോദിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് അടിക്കണോ നിങ്ങൾക്ക് അടിക്കട്ടെ ഓക്കെ നേരത്തെ ഉള്ളൊരു ഫീല് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലാവുന്നേ ഇല്ല. നമ്മൾ കുറെ റീൽസ് ഒക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള കഫയൊക്കെ നോക്കി നടക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട പീഡിയ ഉള്ള സ്ഥലം എത്തിയിട്ട് പീഡിയ മാത്രം കാണുന്നില്ല. എന്താ ഇതിനെ കുറിച്ചൊരു 2 വാക്ക് പറ. ഓള് നോക്കിക്കൊണ്ട് നടക്കാണ്. എന്താ എന്താ എന്തോ കേക്ക് സ്റ്റോറീസ് അഭിപ്രായത്തിൽ ഇത് കണ്ടോ കൊടങ്ങോട് പോകുമ്പോ ഇങ്ങനെ പോണം, അതൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് ചരിച്ചു വെച്ചോ. ആദ്യം സാധനം കണ്ടിടിച്ച് മേടിച്ചതൊന്നാലോചിച്ചോക്ക്. സീന് ആടെ പോയിട്ടൊരു കുണം ഇല്ലെങ്കിൽ സീനായേനെ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. അവിടുത്തെ കേക്ക് അടിപൊളിയായിരുന്നു. ആംബിയൻസ് എന്ന് പറയാൻ വലിയ ഒരുപാട് സെറ്റപ്പൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ കൊള്ളാം, കേക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ എന്തോ ഒരു കോണ്ടസ്റ്റ് പോലെ നടത്തുന്നുണ്ടായിരുന്നു, എന്താ റിവ്യൂ ഇട്ടിട്ട് അങ്ങനെ എന്തോ. അപ്പം നമുക്ക് ദേ ഒരു പീസ് കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനും അവളും വേറെ വേറെ റൂട്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് നേരെ വീട്ടിലേക്ക്. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതുവരായിട്ടും ആരും കണ്ടിട്ടില്ല, സോ കാണിച്ചു കൊടുക്കണം. പിന്നെ ഇങ്ങനെ നോക്കും തിരിയുന്നില്ല അല്ലേ, അതുകൊണ്ട് അവൾ അതുകൊണ്ടായിരിക്കും. ഐ എം സോ എക്സൈറ്റഡ്. എന്താ പറയാന്നുള്ളത് ഇതുവരെയായിട്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല അതിനല്ല, നിങ്ങൾ രണ്ടാളും എന്നെ നോക്ക്. ഒന്നും തോന്നുന്നില്ല. എന്ത് ഇത് പ്രേമാന്ന് തൊട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ പൊളിച്ചിട്ടാ കേറുന്ന ഞാൻ ഇവളെ സൗണ്ട് കേട്ടല്ലോ, കേട്ട് പരിചയമുള്ള സൗണ്ട്. ആരാ ഇത്? അങ്ങനെയായിരുന്നു. കൊള്ളാം കൊള്ളാം കൊള്ളാം. താങ്ക് യു താങ്ക് യു.
ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഫാഷൻ ഡിസൈനിങ് ഇപ്പോൾ കൂടെ പഠിക്കുന്നതാണ്. അവർ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നേരെ വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ വഴി പോലും അവരങ്ങനെ കണ്ടുപിടിച്ചെന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അവർ കൊണ്ടുവന്ന ഗിഫ്റ്റും പിന്നെ അവരെൻ്റെ നോസ് റിങ് കണ്ടിട്ടുള്ള റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എൻ്റെ മൂക്കുത്തി ഗ്യാങ് അത്. വീഡിയോ എടുക്കും. ഞാൻ അല്ല പിള്ളേരാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. എന്നെ നോക്ക്. എന്താ രസല്ലേ? എന്നെ നോക്ക്, എന്നെ നോക്കടോ. തോന്നില്ല നോക്കണം റിയാക്ഷൻ നോക്കൂ. വരുന്നല്ല എന്നെ നോക്കൂ. ആരെയും ഇങ്ങോട്ട് വാ, ഇവിടെ എന്താ പറ. The next day. അങ്ങനെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് കുത്തുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷേ എങ്കിൽ കുത്തിയപ്പം ഒന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേങ്കിൽ അതെൻ്റെ ഫ്രണ്ട് ക്യാപ്ചർ ചെയ്തില്ല. കാരണം ആൾ ഇത്രയും നേരം പിടിച്ചുകൊണ്ടിരുന്നത് എന്താ കുത്തുമ്പോൾ ഓണാക്കാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഓണിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുത്തുമ്പം ഓണാന്ന് വിചാരിച്ചിട്ട് ഓഫാണ് ചെയ്തത്. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഞാൻ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നു, പക്ഷെ ആൾക്കങ്ങനെ വീഡിയോ ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടും പിന്നെ അറിയാണ്ട് സംഭവിച്ചത് കൊണ്ടും നമുക്ക് വിട്ട് കളയാം. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു വൈൻഡപ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇപ്പം എടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.